ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ എറണ്ട ബീച്ചിലാണ്. അപ്പോൾ എറണ്ട ബീച്ചിൽ ഇന്നലെ നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് രാത്രി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കള്ളു കുടിക്കാനൊക്കെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരു അമ്പലവും. ഇവിടെ മൊത്തം പൂട്ടിക്കിടക്കണൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി മാത്രം ഉണ്ടായിരുന്നു. അവരും ഇതേപോലെ തന്നെ വഴി കൂടിയൊക്കെ പൂട്ടി ഇവിടെ ഒന്ന് കയറി വിശ്രമിക്കണമായിരുന്നു. നമ്മൾ അവരെയൊന്നും ശല്യപ്പെടുത്തുന്നില്ല. നമ്മൾ ഈ സൈഡിൽ ഒന്ന് ടെൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വെച്ച് പുറത്ത് സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ നമ്മുടെ കുട്ടൂസനും അവൻ്റെ സൈക്കിളും കൂടി ഒരുമിച്ച് ഇവിടെ വെച്ച് ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും നല്ല അത്യാവശ്യം വലിയ കോമ്പൗണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വരുമോന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷെ ഇവിടെ ആരും വന്നൊന്നുമില്ല. ഇതാണ് നമ്മൾ ഇന്നലെ നിന്നൊരു അമ്പലം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ ബീച്ചാണ്. അപ്പോൾ ഇവിടെ കൂടി ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റ് പൂട്ടിയിട്ടേക്കണാണ്. അപ്പോൾ മതിലൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീച്ചുകളിൽ നല്ല രീതിയിൽ ഡോൾഫിനെ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറയണത്. അപ്പോൾ ഓരോ സീസൺ ഉണ്ട്. ഇപ്പോൾ ഒക്ടോബർ ടൈമിലൊക്കെ നല്ല രീതിയിൽ ഡോൾഫിൻ വരുമെന്നുള്ള ഒരു ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ പോയി ബീച്ച് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മൾ രാവിലെ ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും കൊള്ളാം. ഇന്നലെ നല്ല രസമായിരുന്നു. ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്നൊരു കയറ്റം തുടങ്ങിയതാണ്. കയറ്റം തുടങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തുമല്ലോ. എന്നിട്ട് ഏകദേശം ഒരു 7 മണിക്കുള്ളിൽ ഹെയർപിന്ന് കാണിച്ചായിരുന്നു. അപ്പോൾ ആകെ 6-7 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സിറ്റിയിൽ നിന്ന് അകത്തോട്ട് ഇന്നർ കയറിയപ്പോഴേക്കും ഈ ബീച്ചിലേക്ക് നമ്മളെന്തായാലും ഹെയർപിൻ ഉണ്ടെങ്കിലും ഉന്തിയാണെങ്കിലും 1 മണിക്കൂറിലൊക്കെ എത്താന്നുള്ള മൈൻഡിലൊക്കെയാണ് നമ്മൾ ഇറങ്ങിയത്. ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ രാത്രി നല്ല ഇരുട്ടായി. ഏകദേശം ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ എത്തണത്. ശരിക്കും നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇന്നലെ എവിടെയാണ് ആ ഗേറ്റ് ഇന്നലെ പൂട്ടിക്കിടക്കണേന്ന്. എന്നാൽ ജസ്റ്റ് ലോക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഗേറ്റ് തുറന്നിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം മുതൽ ഇതുവരെ ആരും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞായിരുന്നു, നിങ്ങൾ പുറത്ത് കിടക്കണ്ട, നിങ്ങൾ അകത്ത് കയറി കിടന്നോ, ഇവിടെ വലിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതേപോലെ ട്രാവലേഴ്സൊക്കെ വരാൻ നേരത്തെ ഇങ്ങനെ കയറി കിടക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ മതിലൊക്കെ ഓരോ പടങ്ങൾ വരച്ച് പെയിൻറ്റിങ് തുടങ്ങണുള്ളൂ. ഓരോ ബിൽഡിങ്ങൊക്കെ പണിത് വന്നുള്ളൂ കുറേയൊക്കെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഈ വഴി ബീച്ചിലേക്ക് പോകാൻ പറ്റും. അതാണ് മെയിൻ, അവിടെയാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ ആ വഴി ഇറങ്ങിയിട്ട് അവിടെ മെയിൻ ബീച്ചാണ്. അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഈ വഴിയുള്ള ബീച്ചിൽ പോയി നോക്കാം. ഇവിടെ രാവിലെ തന്നെ എന്തൊക്കെ സംഭവങ്ങളും നോക്കിയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ബീച്ച്. ആ നല്ല രസമുണ്ടിട്ടാണ്. പക്ഷേ നമുക്ക് ഇറങ്ങി കുളിക്കാനൊന്നും പറ്റൂല ഇപ്പം, കാരണം നല്ലൊരു താഴ്ചയിലോട്ട് ഇങ്ങനെ പോയിട്ടാണ്. നല്ല വലിവുണ്ട്. ഇപ്പോൾ മഴ പെയ്തതിൻ്റെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാരെന്തോ ചെയ്യണൊക്കെ ഉണ്ട്, എന്തോ പിടിക്കണതാണ് അവർ. ഞാൻ ആദ്യം വിചാരിച്ച അവർ ബീച്ചിൽ കളിക്കണമായിരുന്നു. അവരിങ്ങനെ ഓടിപ്പോകുന്നു, കാലുകൊണ്ട് തട്ടുന്നു, എന്തോ സാധനം പിറക്കി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അവിടെ പോയിട്ട് നോക്കാം. അതുപോലെ തന്നെ അവിടെ കുറച്ച് പിള്ളേരുകളൊക്കെ വന്നിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് അങ്ങോട്ടാണ് ബീച്ച് ഇങ്ങനെ കിടക്കണം. അവിടെ ഒരു പാറ നടുക്കോട്ട് പോയിട്ടുണ്ട്, അവിടെയൊക്കെ പോയിരിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അങ്ങോട്ട് മാറിയിട്ട് കുറേ ഹട്ടുകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഹട്ടുകൾ. അപ്പോൾ ഇന്നലെ നമ്മളോട് ആദ്യം കണ്ട ചേട്ടന്മാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോകണമെങ്കിൽ ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയാണെങ്കിലും ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചാൽ മഴയൊന്നും കൊള്ളാണ്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ആ അമ്പലത്തിലേക്ക് എത്തിയത്. ഇപ്പം എന്തായാലും എത്തിപ്പെട്ട അടുത്ത ബീച്ചും നല്ല രസമുണ്ട്. ഈ ബീച്ചിൽ നിന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങണമെങ്കിലും ഈ ചുറ്റിനും കാണുന്ന മല ഉണ്ടായി. മലയാണ് നമ്മൾ കയറി വേണം പോകാനായിട്ട്. ഇന്നലെ കയറി വന്നിട്ട് പിന്നെയുള്ള ഇറക്കമെന്ന് പറഞ്ഞാൽ ആ കയറ്റത്തിനേലും വലിയ ഇറക്കമായിരുന്നു. അതൊരു കണക്കിന് മുന്തി തന്നെയാണ് ഇറങ്ങിയതും. കാരണം ചവിട്ടി ഇറങ്ങാൻ വേണ്ടി പറ്റൂല. കാരണം ഒരു 90 ഡിഗ്രി ഇല്ലെങ്കിൽ പോലും ഒരു 70 ഡിഗ്രി കുത്തനെയുള്ള ഇറക്കമൊക്കെ ആയിരുന്നു ഇന്നലെ. ഈ ബീച്ചിൽ ഈ സൈഡിലെ മണ്ണുകളെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. മഞ്ഞ മാത്രമല്ല, അതിൻ്റെ ഇപ്പം തന്നെ ഒരു പെർപ്പിളും ബ്ലാക്കും മിക്സായിട്ട് ഇങ്ങനെ ഷെയ്ഡ് വന്ന് കിടക്കണ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം അങ്ങനെ
പേരോട് ഞാൻ നോക്കിയിട്ടൊന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ചേട്ടന്മാരോട് എന്തായാലും പോയി ചോദിച്ചു നോക്കാം. ആ ചേട്ടന്മാരിങ്ങനെ വെള്ളത്തിൽ തന്നെ നിൽക്കണം. നമുക്ക് അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി ചോദിച്ചു നോക്കിയിട്ട് ഇപ്പോൾ ഇവരിങ്ങനെ കടൽ വരുമ്പോൾ ബാക്കിലോട്ട് വരും. കടലിറങ്ങി പോകുമ്പോഴേക്കും എന്തോ ഒരു സാധനങ്ങൾ നോക്കിപ്പോയിട്ട് ചില സമയത്ത് കിട്ടുന്നുണ്ട്, പിറക്കി എടുക്കണുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഞാൻ വിചാരിച്ചത് എന്തോ ഒരു പേള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ തപ്പിയെടുക്കണമായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ടൂറിസ്റ്റ് വന്ന ആൾക്കാരുകൾ ഇവിടുത്തെ വിശ്വാസത്തിൽ അവർ ബീച്ചിലോട്ട് ഇങ്ങനെ കോയിൻസൊക്കെ വലിച്ചെറിയും. അപ്പോൾ ആ കോയിന് ഒരു രാവിലെ ആകുമ്പോഴേക്കും ഇതേപോലെ തിരയുള്ള സമയത്ത് വരുന്നിട്ട് ആ ഉള്ളിലോട്ട് ഇങ്ങനെ പോകുന്നില്ല. അത് ഇവിടെ തന്നെ ഓരോ തിരയിൽ വലിഞ്ഞ് കിടക്കും. ക്ലിയറായിട്ട് കാണാൻ വേണ്ടി പറ്റും തിര ഇറങ്ങുമ്പോൾ. അപ്പോൾ അവർ ആ കോയിനുകൾ പിറക്കിയെടുത്ത് രാവിലത്തുള്ള ചായ കുടിക്കാനൊക്കെ ഉള്ളതാണെങ്കിലും സെറ്റാവും. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. ഒരു 3-4 കമ്പനിക്കാരായിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നടന്ന് ഈ ബീച്ചിൻ്റെ ഈ അറ്റത്തോട്ട് എത്താൻ നേരത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ക്ലിഫാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് കയറാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് വിടച്ച് കയറി പോകാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ക്ലൈംബിങ് ഈസ് ക്ലിഫ് പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെറുതെ കയറി നോക്കണ്ട. കാരണം ഇനി അങ്ങോട്ടേക്ക് കുറേ ക്ലിഫുകളുണ്ട് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയത്. അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് സ്ലിപ്പായിട്ടിരിക്കണതാണ്. നമ്മുടെ ലഗേജൊക്കെ അമ്പലത്തിൽ വെച്ചിട്ട് ഇറങ്ങി നടന്നു. അമ്പലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ആൾക്കാർ നിൽക്കുക അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അങ്ങോട്ട് ഒന്ന് പോകണം. അപ്പോൾ എന്തായാലും ബീച്ച് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ ബാക്കിൽ തന്നെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു റിസോർട്ടിൽ വന്ന പിള്ളേരൊക്കെയാണ് ഇത്. അവരിവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതൊക്കെ നിൽക്കണ കാണാനായിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഓരോരോ ഷേപ്പിലാണ് ഓരോ പാറകളൊക്കെ ഇവിടെ നിൽക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇവിടുത്തെ മീൻ പിടിക്കാൻ വേണ്ടി പോണ ചെറിയ ചെറിയ വള്ളങ്ങൾ. ഇപ്പോൾ വലുതുമുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഷേപ്പ് തന്നെയെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു ഷേപ്പും. അതുമാത്രമല്ല ഇതിപ്പോൾ ഫൈബറിനാണ്. നേരത്തെ പഴയ ബോട്ടുകളൊക്കെ മരത്തിൻ്റെയൊക്കെ അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഫുള്ള് ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരു ബോക്സ് വരും. ഇത് ക്ലോസ് ചെയ്ത് നോക്കും. ഇതൊക്കെ ഫൈബറാണ്. ഇതിൻ്റെ ഫുള്ള് താഴെ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു പൊക്കത്ത് ഇവിടെ ഇരുന്നിട്ടാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ട്. ഇപ്പോൾ ഇവിടെ ക്രോസ് ആയിട്ട് ഒരു പലകകളും വരും. ഇതിപ്പോൾ പൊളിഞ്ഞ് കിടക്കണതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് അവർ മീൻ പിടിക്കാനുള്ള വലയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പൊക്കത്ത് വെച്ചിട്ടാണ് പോകുന്നത്. അതിന് കിട്ടുന്ന മീനുകളെല്ലാം അതിൻ്റെ ഉള്ളിലിട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെയും ഒരു ഗ്യാപ്പ് ഇല്ല. ഇത് വേറെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോട്ടല്ല, ചെറുവള്ളങ്ങൾ. പിന്നെ അതുപോലെ അവിടെ വലിയ വള്ളങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ഷേപ്പൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടൂസനൊക്കെ പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഇറങ്ങി വന്ന വഴി എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര പുത്തനുള്ള വഴിയായിരുന്നു. ആ വഴി തന്നെ കയറി പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കറങ്ങിപ്പോണെങ്കിൽ ഒരു 20 കിലോമീറ്ററൊക്കെ എക്സ്ട്രാ വരും. അപ്പം നമുക്ക് എന്തായാലും ആ വഴി ഉന്തി കയറ്റാം. ഓ ഈ കാണുന്ന മലയാണ്. ഉന്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനായിട്ട് കുറേ വഴികൾ, നല്ല വഴികൾ തന്നെയാണ്. അപ്പോൾ നല്ലോണം ഇറങ്ങിപ്പോവാം. നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ എറണ്ട ബീച്ചിലൂടെയാണ്. ഇനിയിപ്പോൾ അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കയറ്റം തുടങ്ങുന്ന മുമ്പ് ഇവിടെ ഒരു കട കണ്ടപ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കുട്ടൂസന് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു എൻട്രീൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാണ്ടല്ലോ ഒറ്റയടിക്ക് പിന്നെ കയറ്റമാണ്. കയറി നമ്മൾ
ഈ വഴി ഇങ്ങനെ കയറി ആ മലയുടെ പൊക്കത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഒറ്റയടിക്ക് ഇറങ്ങി നമുക്ക് സിറ്റിയിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും കയറ്റം തുടങ്ങാം. അങ്ങനെ നമ്മൾ കയറി വന്ന വഴിയാണ്. ചൂട് കാരണം നമ്മൾ ടീഷർട്ടൊക്കെ ഊരിയിട്ടാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ ബീച്ച് കാണാനുണ്ട്. നല്ല രസമുണ്ട് ബീച്ച് ഇവിടെ നിന്ന് കാണാനായിട്ടും. ഈ വഴിയാണ്. ഇനിയിപ്പോൾ ഇത് കയറ്റം തുടങ്ങിയുള്ളൂ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് കയറി മലേൻ്റെ പൊക്കത്ത് എത്തണം. അങ്ങനെ നമ്മൾ കുട്ടൂസനെ കയറ്റി കുറച്ചും കൂടി പൊക്കത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ബീച്ചൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. നമുക്കിനി കയറാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് മേളിലേക്ക് കയറി പോകാനായിട്ടുള്ളത്. നമ്മൾ വന്നതും ആ വഴി ഇങ്ങനെ കയറി 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 ഇങ്ങനെ വന്ന് കുട്ടൂസൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. दोनों को परिस्थिति ये है. അങ്ങനെ സമയം ഇപ്പം ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഉന്തി ഏറ്റവും പൊക്കത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഫുള്ള് താഴ്ചയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇരുന്ന് കൊടുത്താൽ ഇരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല സ്ലോപ്പാണ്. ഇപ്പോൾ കാണിച്ചുതരാം. നമ്മളിനി പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ താഴത്തോട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് പോയിട്ടിനി ഏകദേശം ഒരു 5 കിലോമീറ്ററിന് മേളിലുണ്ട് താഴോട്ട്. 5 കിലോമീറ്റർ അടുത്തുണ്ട് എന്താന്നാലും. ഇന്നലെ നമ്മൾ കയറി വന്നപ്പോഴേക്കും കണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ താഴെ പോയി കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, അവിടെ ഒന്നും കിട്ടില്ല കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ കയറ്റം തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണിക്കൊക്കെ തുടങ്ങി. 2 മണിക്കൂർ അടുത്ത് ഫുള്ള് ഉന്തിയിട്ട് കയറി. നല്ല കുത്തനുള്ള കയറ്റമായിരുന്നു. കിലോമീറ്റർ കുറവായിരുന്നു, പക്ഷേ നല്ല കുത്തനുള്ള കയറ്റമായിരുന്നു. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത്. നീ താഴെ കാണണ്ട, താഴെ കൂടിയാണ് കൊൽക്കത്തയിലേക്കുള്ള ഹൈവേ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വഴി പോകണം. പിന്നെ അവിടെയാണ് മെയിൻ വൈശാഖ് ടൗൺ വരുന്നത്, സിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും എന്തായാലും പോകണം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സിമ്പിളാണ്. ഇനി കുട്ടൂസൻ്റെ പൊക്കത്ത് ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. കുട്ടൂസൻ ഇങ്ങനെ പോയിക്കോളും. ഇത്ര നേരം നമ്മൾ ഉന്തി കയറ്റിയിട്ട് 2 മണിക്കൂർ നല്ലോണം ഉണ്ടായിക്കട്ടെ. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വിശാഖപട്ടണം ടൗണിൽ കൂടി വന്നിരിക്കണം. അപ്പോൾ ഇവനാണെങ്കിൽ ഇന്ന് ടെൻറ്റ് മേടിക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് 20 കിലോമീറ്ററും കൂടി പോകാനുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മളപ്പോൾ ഇവിടുന്ന് കുറച്ച് കറങ്ങിയിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അവിടുന്ന് നേരെ പൂരിയിലേക്ക് പോകും. നമുക്ക് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കാം. ഓ ബ്രോ ബൈ, സി യു. അങ്ങനെ നമ്മൾ വിശാഖപട്ടണമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ കുട്ടൂസൻ്റെ ആ ബെയറിംഗ് ഒക്കെ പോയിരിക്കണതാണ്. അപ്പോൾ ഫ്രീ വീല് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീ വീലൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിലൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണേ. ഇപ്പോൾ ഇവിടുത്തെ ഒരു കടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള ചെറിയ കടകളിലൊക്കെ പോയി പാർട്സൊക്കെ കിട്ടാൻ വേണ്ടി പണിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ടാണിത്, വിശാഖപട്ടണം സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിതിന്ന് ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊന്ന് കുട്ടൂസൻ്റെ എല്ലാം റെഡിയാക്കിയിട്ടായിരിക്കുള്ളൂ. നമ്മളിവിടെ നിന്ന് നേരെ കൊൽക്കത്തയിലേക്കുള്ള ഹൈവേ കയറിയിട്ട് പൂരിയിലേക്ക് പോകണം. അതിനു മുമ്പ് നമ്മൾ ഒഡീഷ കയറി കഴിയുമ്പോഴുള്ള നല്ല കുറേ സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് വില്ലേജുകളും അതുപോലെ തന്നെ ഓരോ പുതിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കുട്ടൂസൻ ഇനിയിപ്പോൾ റെഡിയാക്കിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീച്ച് കുറച്ച് ദിവസമൊക്കെ പോയിട്ടേ ഓയിലും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ ബീച്ചിൽ പോയി ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതായത് ഇപ്പോൾ കുട്ടൂസനെ മൊത്തത്തിൽ അഴിച്ചിട്ട് പണിതുകൊണ്ടിരിക്കണേ. ഈ ചേട്ടൻ അടിപൊളിയായിട്ട് പണിയും. ആ ചേട്ടൻ വന്നപ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് തന്നെ പറഞ്ഞായിരുന്നു ഓയിലിൻ്റെ ഇത് കാരണം ബെയറിങ് പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി തരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചാർജ് എല്ലാം കുറവായത് കൊണ്ടിട്ട് മൊബൈലും കാര്യങ്ങളൊക്കെ അവിടെ ചാർജ് ഇട്ടിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുതിയ സൈക്കിളും അതുപോലെ തന്നെ പഴയ സൈക്കിളിൻ്റെ സർവീസ്, പിന്നെ സ്കൂട്ടറിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും എത്തിപ്പെട്ട കടയിൽ നല്ല അടിപൊളി കട തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പൊരു സൈക്കിൾ വർക്ക്ഷോപ്പ് നോക്കിയത്, അത് പക്ഷേ റോഡ് സൈഡ് തന്നെയാണ്, പാർട്സ് ഒന്നും അവിടെ ഇല്ല.
പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര റഷായിരുന്നു, നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ എല്ലാ ലഗേജും അഴിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടൂസൻ്റെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം. എന്തായാലും ഒരു മണിക്കൂർ എടുത്ത് പിടിക്കും ഇവിടെ. കുട്ടൂസനെ തലതിരിച്ച് വെച്ചിട്ട് പണിതുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നല്ലൊരു ഫ്രീ വീൽ തന്നെ ഇടണം. കാരണം നേരത്തെ ഫ്രീ വീൽ അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബാംഗ്ലൂർ നമ്മൾ സൈക്ലിംഗ് ഒന്നും ചെയ്യാണ്ട് കുറേ നാൾ വെച്ചതിൻ്റെ ഒരു ഫ്രീ വീലിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് എനിക്ക് ചെറിയതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് കിട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ട് ഓയിൽ കറക്റ്റായിട്ട് നോക്കി പോകണമെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരില്ല. ഇനിയിപ്പോൾ അടുത്ത സർവീസ് കൊൽക്കത്തയിൽ നിന്നായിരിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ കുട്ടൂസിൻ്റെ പണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടൂസിനെ മൊത്തമൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണമെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു 20 കിലോമീറ്റർ 25 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഔട്ടർ ഇറങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പോയി നോക്കാം. പോയിട്ട് ഏതെങ്കിലും പെട്രോൾ പമ്പ് അതേപോലെ തന്നെ ഏതെങ്കിലും ധാബയിൽ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം. ഈ കടയിൽ നിന്നാണ് നമ്മളെല്ലാം റെഡിയാക്കിയത്. നമ്മൾ റെഡിയാക്കി തന്ന ചേട്ടനാണെങ്കിൽ ഇപ്പം അങ്ങോട്ടേക്ക് പോയേക്കുന്നത്. ആ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ വർക്കൊക്കെല്ലാം ചെയ്ത് തന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുറേ നേരം ചാർജെല്ലാം കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. അണ്ണാ ഞാൻ കാശീശ്വറോ? ഓ ആ യെസ്, താങ്ക് യു. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട് ശ്രീനിവാസ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മൾ വന്നിട്ട് ഇവിടെ ചാർജെല്ലാം കുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി തന്നെ विशाखापट्टनम. ओ इसका ओ साइकिल रिपेयरिंग का आदमी का नहीं ओ नहीं साइकिल रिपेयरिंग और साइकिल सेल. हाँ ओके താങ്ക് യു ബൈ. അങ്ങനെ ഇപ്പം ഏകദേശം സമയമൊന്നും പറഞ്ഞാൽ ഈ 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം ഫുള്ള് വിശാഖപട്ടണത്തിൻ്റെ സിറ്റീൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര റഷാണ്, അത് ഭയങ്കര തിരക്കും. പിന്നെ മഴയും കൂടി പെയ്തേക്കണോണ്ടിട്ട് ആ സമയത്ത് നമുക്ക് അവിടെയുള്ള പെട്രോൾ പമ്പുകളോ അല്ലെങ്കിൽ ബീച്ചുകളിലൊന്നും പോയി ഇത് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. നേരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മൾ നാഷണൽ ഹൈവേ 16 ഇപ്പോൾ കാണുന്നത്. ഇതെന്നുള്ള കൊൽക്കത്തയിലേക്ക് പോകാനുള്ള നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ശാന്തത ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വലിയ പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും പെട്രോൾ പമ്പ് ചോദിച്ചിട്ട് അവിടെ നിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ സൈക്കിൾ ശരിയാക്കി അവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ടാവും. 20 കിലോമീറ്റർ സൈക്കിൾ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോണ വഴിക്കൊന്ന് നോക്കണം. പിന്നെ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഈ വഴിയാണ്. ഈ വഴി നമ്മൾ പോകണ വഴിക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പോ അതേപോലെ തന്നെ ധാബേ ഏതെങ്കിലും നല്ല സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അവിടെ കയറി ഒന്ന് ഫ്രഷായിട്ട് ഇന്ന് അവിടെ തന്നെ റെസ്റ്റ് എടുത്ത് നാളെ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യണമായിരിക്കും. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 7:41 ആയപ്പോഴേക്കും നമ്മൾ ആ ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കണേന്ന്. ആ വഴിയായിരുന്നു, അപ്പുറത്താണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു വഴി തെറ്റി. പിന്നെ ആ ഹൈവേ കയറാനായിട്ടുള്ള സർവീസ് റോഡ് നോക്കി വരുമ്പോൾ ഒരു പമ്പ് കണ്ടപ്പോൾ ചോദിച്ചാണ് ഇവിടെ. കാരണം ഇതിനു മുമ്പ് നമ്മൾ നേരത്തെ ഒരു പമ്പ് കണ്ടായിരുന്നു, വലിയൊരു പമ്പായിരുന്നു. പക്ഷെ അവിടെ ചോദിച്ചപ്പോഴേക്കും അവിടെ ടെൻ്റ് അടിക്കാനുള്ള പെർമിഷനൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നേരെ വന്ന് ഇവിടെ ചെറിയ പമ്പാണെങ്കിലും വന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇവർക്ക് കാര്യമൊക്കെ മനസ്സിലായി. കുഴപ്പമൊന്നുമില്ല, ഇവിടെ സ്ഥലമൊക്കെ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ കിടക്കണേ, ബ്രോന് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല, ബാക്കിയെല്ലാം സേഫാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നും നല്ല രീതിയിൽ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് കുറേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈക്കിൾ ചവിട്ടി മുന്തിയൊക്കെ ഇട്ട് നല്ല ടയേർഡാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ പെട്ടെന്ന് ടെൻ്റ് അടിക്കണം. മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴ പൊടിയണേലും മുമ്പ് പെട്ടെന്ന് ടെൻ്റ് അടിച്ചിട്ട് ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ. എന്നിട്ട് നാളെ നമ്മൾ വീണ്ടും കൊൽക്കത്തയിലേക്കുള്ള റൂട്ട് നോക്കിയിട്ട് പോയിട്ട് പരമാവധി കുറേ വില്ലേജുകളും കാര്യങ്ങളെല്ലാം കയറണം. പിന്നെ ഇന്നുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുട്ടൂസിൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടൂസൻ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ കുട്ടൂസിനെ നല്ല സ്മൂത്തായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട പമ്പ് എന്തായാലും അടിപൊളിയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. കാരണം നമ്മളിവിടെ ടെൻ്റ് അടിച്ചോട്ടെന്ന് വെച്ചിട്ടാണ്, കാരണം ചെറിയ പമ്പാണല്ലോ. അപ്പോൾ ഒരു മൂലക്ക് ടെൻ്റ് അടിച്ചോട്ടെന്ന് വെച്ചിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും മഴ പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ ഇവിടുത്തെ ഓണറും അതുപോലെ തന്നെ ഇവിടുത്തെ വർക്ക് ചെയ്യണം അവരെല്ലാവരും പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക, ആകെ ഇത്രേ ഉള്ളൂ ഷെഡ്. എന്നാൽ പോലും എന്നോട് പറഞ്ഞു നീ ആ പമ്പിൻ്റെ സൈഡിൽ തന്നെ അടിച്ചു, ഇവിടെ എന്തായാലും രാത്രി പെട്രോൾ അടിക്കാറില്ല, അവിടെയാണ് പെട്രോൾ അടിക്കണം, ഇവിടെ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെൻ്റൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇവിടെ മഴയൊന്നും കൊള്ളുന്നില്ല, അവിടെ കൊണ്ടുവന്നിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചേട്ടന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടും. ഇവരാണ് കുറേ നല്ല വിശേഷങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചിട്ട് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ നീ വാസു, അപ്പോൾ ഇതാണ് പമ്പിൻ്റെ ഓണേഴ്സ്. അപ്പോൾ നമുക്ക് സതീഷ് അണ്ണ വീരേന്ദ്ര രാംനാഥ്
ആൻഡ് ഈ ബ്രോ ഉണ്ട് നിക്കില്ല. ഈ ബ്രോയാണ് നമ്മുടെ ബാഗെല്ലാം അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വന്നു. നല്ല അടിപൊളി കമ്പനി തന്നെയായിരുന്നു ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട്. നല്ല കുറേ നിമിഷങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടെൻറ്റ് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി നമ്മൾ ഇവിടെ ആയിരിക്കും കിടക്കണത്. അപ്പോൾ നമുക്ക് പോകാനുള്ളത് അങ്ങോട്ടേക്കാണ്. എന്തായാലും ഇന്ന് എത്തിപ്പെട്ട സ്ഥലവും നല്ല രസമുണ്ട്. നമ്മൾ എത്തിയത് പോലപ്പള്ളി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ തന്നെയുള്ള ഒരു പമ്പിലാണ്. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി ഇന്നത്തെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കി നാളെ നല്ല കുറേ വില്ലേജിലേക്ക് കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും.